നമസ്കാരം. എല്ലാവർക്കും ഈ 2025 ജൂൺ 21 യോഗാ ദിനത്തിലേക്ക് സ്വാഗതം. യോഗ നിങ്ങൾ എല്ലാവരും വളരെയധികം കേട്ടിട്ടുള്ള ഒരു വാക്കാണ് ഇന്ന് യോഗ എന്നുള്ളത്. പക്ഷേ നമ്മൾ യോഗ എന്നുള്ളൊരു വാക്ക് കേൾക്കുമ്പോൾ ആദ്യം തന്നെ എല്ലാവരുടെയും മനസ്സിലേക്ക് മിക്കവർക്കും വരുന്നത് യോഗയുടെ ഫിസിക്കൽ പോസ്റ്റേഴ്സ്, അതായത് ആസനകൾ, സൂര്യ നമസ്കാരം അല്ലെങ്കിൽ അങ്ങനത്തെ ഫിസിക്കൽ പ്രാക്ടീസസ് ആണ്. പക്ഷേ യോഗ എന്നത് ഒരു എക്സസൈസോ അല്ലെങ്കിൽ അതൊരു ആക്ടിവിറ്റിയോ അല്ല. യോഗ എന്ന് പറയുന്നത് നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ഒരു നിലയാണ്. യോഗ എന്ന വാക്ക് തന്നെ വരുന്നത് സംസ്കൃത വാക്കായ യുജ് അല്ലെങ്കിൽ യൂണിയൻ അല്ലെങ്കിൽ ഒന്നുചേരുക എന്നുള്ള അർത്ഥത്തിൽ നിന്നുമാണ് അത് വരുന്നത്. ഈ ഒരു ഒന്നുചേരലിനെ നമ്മൾ നമ്മുടെ ഈ ഒരു സംസ്കാരത്തിൽ പല രീതിയിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങളും ഈ പ്രപഞ്ചവും ഒന്നു ചേർന്നാൽ അതിനെ യോഗ എന്ന് വിളിക്കുന്നു. അല്ലെങ്കിൽ ഈ പ്രപഞ്ചം മൊത്തമായി നിങ്ങളുടെ ഒരു ഭാഗമായിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിച്ചാൽ അതിനെ യോഗ എന്ന് വിളിക്കുന്നു. നിങ്ങളും ദൈവവും ഒന്നായി ചേർന്നാൽ അതിനെ യോഗ എന്ന് വിളിക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ ഈഗോ അല്ലെങ്കിൽ അഹങ്കാരം ഇല്ലാതായി മാറുമ്പോൾ അതിനെ യോഗ എന്ന് വിളിക്കുന്നു. ഇങ്ങനെ പല രീതിയിൽ യോഗയെ നമുക്ക് നമ്മുടെ ശാസ്ത്രത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. യോഗയുടെ നമുക്കിന്നറിയാവുന്നതിൽ ഏറ്റവും പുരാതനമായ ഒരു പുസ്തകമായ യോഗസൂത്രങ്ങളിൽ പതഞ്ജലി മഹർഷി യോഗയെ പറഞ്ഞിരിക്കുന്നത് ചിത്തവൃത്തി നിരോധ എന്നാണ്. അതായത് നിങ്ങളുടെ മനസ്സിൻ്റെ ചലനങ്ങളെ നിർത്തുകയും അതേസമയം തന്നെ നിങ്ങൾ ഉണർവോട് കൂടി ഇരിക്കുകയും സാധിച്ചാൽ അതിനെയും നിങ്ങൾ യോഗ എന്ന് പറയുന്നു. അതായത് യോഗ എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും അതീതമായി അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് നിങ്ങൾ ജീവിതത്തെ അറിഞ്ഞു തുടങ്ങുമ്പോൾ അതിനെ യോഗ എന്ന് പറയുന്നു. അപ്പോൾ യോഗ എന്ന് പറയുന്ന ഈ ഒരു തലത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റിലേക്ക് എത്തുവാനായി പല പല വഴികൾ നമുക്ക് ഈ നമ്മുടെ യോഗശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. ആ വഴികൾ നമുക്ക് പ്രധാനമായിട്ടും 4 ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് ഭക്തിയോഗ, ജ്ഞാനയോഗ, കർമ്മയോഗ, ക്രിയായോഗ. അതായത് ഒരു മനുഷ്യന് പ്രധാനമായിട്ടുള്ളത് ഇത് 4-മാണ്. ഒന്ന് ശരീരം, മനസ്സ്, അവൻ്റെ വികാരങ്ങൾ, പിന്നെ ഊർജം. നമ്മൾ നമ്മുടെ ശരീരം ഉപയോഗിച്ചുകൊണ്ട് സാധന ചെയ്ത് യോഗ എന്ന് പറയുന്ന ഈ തലത്തിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് സാധിച്ചെങ്കിൽ അതിനെ നമ്മൾ കർമ്മയോഗ എന്ന് വിളിക്കുന്നു. നമ്മൾ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട്, ഇൻ്റലക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആ ഒരു ഉയർന്ന തലത്തിലേക്ക് എത്തുകയാണെങ്കിൽ അതിനെ നമ്മൾ ജ്ഞാനയോഗ എന്ന് പറയുന്നു. നമ്മൾ നമ്മളുടെ വികാരങ്ങൾ അല്ലെങ്കിൽ ഇമോഷൻസിനെ യൂസ് ചെയ്തുകൊണ്ട് വളരെ ഉയർന്നൊരു തലത്തിലേക്ക് നമുക്ക് ഉയർന്നാൻ സാധിച്ചാൽ അതിനെ നമ്മൾ ഭക്തിയോഗ എന്ന് പറയുന്നു. അതേസമയം നമ്മളുടെ ജീവശക്തി അല്ലെങ്കിൽ ജീവ ഊർജ്ജങ്ങളെ നമ്മൾ വളരെ ഉയർന്നൊരു ഇൻറ്റൻസിറ്റിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നമ്മളൊരു ഉയർന്ന നിലയിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ക്രിയായോഗ എന്നും പറയുന്നു. അപ്പോൾ ഇങ്ങനെ പ്രധാനമായിട്ടും ഈ 4 പാതകളാണ് നമുക്ക് യോഗയിലേക്ക് എത്തുവാനായിട്ട് ഉള്ളത്. പക്ഷേ ഒരു മനുഷ്യനും പൂർണ്ണമായിട്ടും ശരീരമോ പൂർണ്ണമായിട്ടും മനസ്സോ പൂർണ്ണമായിട്ടും എമോഷൻസോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും എനർജിയോ അല്ല. എല്ലാവരും എല്ലാത്തിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. എല്ലാവരിലും ഏതെങ്കിലും ഒന്ന് അല്പം കൂടുതലോ കുറവോ ഇൻറ്റൻസ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് അവിടെയാണ് ഒരു ഗുരുവിൻ്റെ ആവശ്യം നമുക്ക് പ്രധാനമായിട്ടും വരുന്നത്. അതായത് നമ്മൾ എന്ന ഒരു മനുഷ്യൻ എന്താണെന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ നമ്മളെന്ന ആ ഒരു സീക്കർ എന്താണെന്ന് മനസ്സിലാക്കി ആ ഒരു ആൾക്ക് പറ്റിയ രീതിയിൽ ഈ 4 യോഗയുടെ വഴികളെയും ഒരു കോമ്പിനേഷനിൽ ചേർത്ത് അയാൾക്ക് ഏത് രീതിയിൽ സാധന ചെയ്താലാണോ ഏറ്റവും എളുപ്പം അല്ലെങ്കിൽ ഏറ്റവും വേഗത്തിൽ ഈ യോഗ എന്ന് പറഞ്ഞ തലത്തിൽ എത്താൻ സാധിക്കുന്നത് അത് നമുക്ക് പറഞ്ഞു തരണമെങ്കിൽ ആ ഒരു യോഗ എന്ന തലം അറിയുന്ന ഒരു ഗുരുവിൻ്റെ സാമീപ്യം വളരെ വളരെ അത്യാവശ്യമാണ്. എൻ്റെ പേര് ജയകൃഷ്ണൻ. ഞാൻ ഇഷ ഫൗണ്ടേഷൻ്റെ സദ്ഗുരു ഗുരുകുലത്തിൽ നിന്നും 2017 ഹഠയോഗ ടീച്ചർ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത ഒരു ഹഠയോഗ അധ്യാപകനാണ്. ഇഷ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് സദ്ഗുരു ശ്രീ ജഗ്ഗി വാസുദേവ് 1992 സ്ഥാപിച്ച ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്. അതിൻ്റെ ആശ്രമം സ്ഥിതി ചെയ്യുന്നത് കോയമ്പത്തൂർ വലിയങ്കിരി മലനിരകളുടെ താഴ്വാരത്തിലാണ്. ആശ്രമം 1994 എസ്റ്റാബ്ലിഷ് ആവുന്നത്. 30 വർഷത്തിന് മേലെയായി ഇഷ ഫൗണ്ടേഷൻ ലോകമെമ്പാടും മനുഷ്യരുടെ മാനസികവും ശാരീരികവും ആത്മീയമായ ഉന്നമനത്തിന് വേണ്ടി യോഗയുടെ ശാസ്ത്രത്തിലൂടെ ആ വഴികൾ അവർക്ക് തുറന്നു നൽകുകയാണ്. അതിനോടൊപ്പം തന്നെ വളരെയധികം പ്രധാനപ്പെട്ട സോഷ്യൽ പ്രൊജക്ട്സ്, അതായത് എഡ്യൂക്കേഷൻ, എൻവയോൺമെൻ്റൽ റെസ്റ്റോറേഷൻ, റൂറൽ റിജുവനേഷൻ, പ്ലാന്റിംഗ് ട്രീസ്, റിവർ റീവൈറ്റലൈസേഷൻ, അങ്ങനെ പല പല ഹ്യൂജ് ആയിട്ടുള്ള സേവ് സോയിൽ റാലീസ്, അങ്ങനെ വളരെയധികം പ്രധാനപ്പെട്ട പ്രൊജക്ട്സുകളും സോഷ്യൽ പ്രൊജക്ട്സുകളും ഇഷ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് ഈഷ ഫൗണ്ടേഷൻ്റെ പ്രധാനപ്പെട്ട യോഗ പ്രോഗ്രാംസിൽ 2 പാർട്ടായിട്ട് വേണമെങ്കിൽ നമുക്ക് തിരിക്കാം. ഒന്ന് വന്ന് ക്രിയായോഗയിൽ വരുന്ന പ്രാക്ടീസസും മറ്റൊന്ന് വന്ന് ഹഠയോഗയിൽ വരുന്ന പ്രാക്ടീസസും. ഇതാണ് മെയിൻലി സാധനയായിട്ട് വരുന്ന പ്രാക്ടീസസ്. അതിൽ ക്രിയായോഗയിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ഇഷയുടെ എന്ന് പറയുന്നത് ഇന്നർ എഞ്ചിനീയറിംഗ് എന്നൊരു പ്രോഗ്രാമാണ്. ഈ ഇന്നർ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിലാണ് നമുക്ക് ശാംഭവി മഹാമുദ്ര എന്നൊരു ക്രിയ നമുക്ക് ദീക്ഷ തരുന്നത്.
അതേപോലെ ഹഠയോഗയും എന്നൊരു പാർട്ടുണ്ട്. ഹഠയോഗയിൽ വരുന്നത് പ്രധാനമായിട്ടും 6 പ്രാക്ടീസസ് ആണ്. ഉപയോഗ, അംഗമർദ്ദന, സൂര്യശക്തി, സൂര്യക്രിയ, യോഗാസനാസ്, ഭൂതശുദ്ധി. ഈ 6 പ്രാക്ടീസുകളും നമുക്ക് ഹഠയോഗയിലൂടെ പഠിക്കാൻ സാധിക്കും. ഏതെങ്കിലും ഒരു വാക്കിൻ്റെ അപ്പുറത്ത് യോഗ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിനർത്ഥം അതൊരു മുഴുപാത തന്നെ ആണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ക്രിയയെ നമ്മൾ ക്രിയായോഗ എന്ന് പറഞ്ഞാൽ അതൊരു മുഴുനീള പാത, അതായത് നമ്മൾ ഇന്ന് നിൽക്കുന്ന നിലയിൽ നിന്നും ഏറ്റവും ഉയർന്ന യോഗ എന്ന തലത്തിലേക്ക് നമ്മൾ എത്തിക്കാൻ സാധിക്കുന്ന എല്ലാം തന്നെ അതിലുണ്ട് എന്നാണ് പറയുന്നത്. ഹഠയോഗ എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ്. ഹഠ എന്ന് പറയുന്ന ആ ഒരു പാതയ്ക്കും എല്ലാ ടൂൾസും അതിനകത്തുണ്ട്. ഇഷ എന്ന് പറയുന്നത് ഇഷ യോഗ എന്നാണ് ഈ പ്രോഗ്രാമിന് പറയുന്നത്, ഈ ഇന്നർ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിന്. അത് ഇഷ യോഗ എന്ന് പറയാൻ കാരണം ഈ ഇഷ യോഗ എന്നുള്ള പറയുന്ന അല്ലെങ്കിൽ ഇന്നർ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമിലും നിങ്ങൾക്ക് യോഗ എന്ന് പറയുന്ന ഒരു അൾട്ടിമേറ്റ് യൂണിറ്റ് അല്ലെങ്കിൽ ആത്മജ്ഞാനം അല്ലെങ്കിൽ റിയലൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു തലത്തിലേക്ക് എത്താൻ വേണ്ട എല്ലാം തന്നെ ആ ഒരു പ്രോസസ്സിനകത്ത് നിങ്ങൾക്ക് അവർ ഓഫർ ചെയ്യുന്നുണ്ട്. ഇഷയിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 4 വഴികൾ, പ്രധാനപ്പെട്ട വഴികൾ, അതായത് കർമ്മയോഗ, ഭക്തിയോഗ, ജ്ഞാനയോഗ, ക്രിയായോഗ. നമ്മൾ മിക്കപ്പോഴും കാണാറുള്ളത് ഏതെങ്കിലും ഒരു ആത്മീയ പ്രസ്ഥാനം വരുമ്പോൾ അവിടെ കൂടുതലും ഏതെങ്കിലും ഒരു പാതയായിരിക്കും പ്രധാനപ്പെട്ടതായിട്ട് അവർ ട്രാവൽ ചെയ്യുന്നത്. ഒന്നെങ്കിൽ ചിലപ്പോൾ ഒരു ഭക്തിയോഗയുടെ മാർഗ്ഗത്തിലായിരിക്കാം, അല്ലെങ്കിൽ ക്രിയായോഗയുടെ മാർഗ്ഗത്തിലായിരിക്കാം, അല്ലെങ്കിൽ കർമ്മയോഗയുടെ മാർഗ്ഗത്തിലായിരിക്കാം, അല്ലെങ്കിൽ ജ്ഞാനയോഗയുടെ മാർഗ്ഗത്തിലായിരിക്കാം. പക്ഷേ ഇഷയിലൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ 4 മാർഗ്ഗങ്ങളും അവിടെ എല്ലാവർക്കും ഓപ്പൺ ആണ് എന്നുള്ളതാണ്. ഈ 4 മാർഗ്ഗങ്ങളും അതിൻ്റെ പൂർണ്ണമായ തോതിൽ അവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് പ്രാക്ടീസുകളിലൂടെ സാധനയിലൂടെ ഉയരണം എന്നാണെങ്കിൽ അതിന് ഈ പറഞ്ഞതുപോലെ തന്നെ ഇന്നർ എഞ്ചിനീയറിംഗ് പ്രോഗ്രാം, ശാംഭവി, അതിനകത്ത് ശാംഭവി മഹാമുദ്ര ക്രിയ, ഹഠയോഗ പ്രാക്ടീസുകൾ, അതുപോലെ തന്നെ ഹയർ പ്രോഗ്രാംസ് ആശ്രമത്തിൽ നടക്കുന്നത് ഭാവസ്പന്ദന പ്രോഗ്രാം, ശൂന്യ ഇൻറ്റൻസീവ്, 8 ഡേ സൈലൻസ് പ്രോഗ്രാം ആയിട്ടുള്ള സംയമ, ഇങ്ങനെ പല പ്രോഗ്രാംസും അതിലൂടെ ലഭിക്കുന്ന സാധനങ്ങളും നിങ്ങൾക്ക് സ്വായത്തമാക്കാൻ സാധിക്കും. അതേസമയം നിങ്ങൾക്ക് കർമ്മയോഗയിലാണ് കൂടുതൽ അഭിരുചിയെങ്കിൽ വോളണ്ടിയറിങ് ആക്ടിവിറ്റീസ്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇഷ ഒരുപാട് സോഷ്യൽ പ്രോജക്ട്സ് ടേക്കപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വോളണ്ടിയറിങ് ചെയ്യാൻ വളരെയധികം ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഇഷ ഫൗണ്ടേഷനിലുണ്ട്. ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും അവസാനമായി നടന്നൊരു വളരെ വലിയ പ്രൊജക്റ്റാണ് സേവ് സോയിൽ പ്രോജക്റ്റ്. സദ്ഗുരു ലണ്ടനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 30,000 കിലോമീറ്റർ ബൈക്കിൽ ട്രാവൽ ചെയ്ത് ഒരുപാട് രാജ്യങ്ങളിലൂടെ കടന്ന് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ലീഡേഴ്സിനെ എല്ലാം മീറ്റ് ചെയ്ത് സേവ് സോയിൽ, അതായത് സോയിലിനെ സംരക്ഷിക്കേണ്ട അവസ്ഥയെക്കുറിച്ച് സംസാരിച്ച് കോയമ്പത്തൂർ ഇഷ ആശ്രമം വരെ ബൈക്ക് ഓടിച്ച് വന്ന ഒരു റാലിയാണ് സേവ് സോയിൽ. ആ ഒരു റാലിയോട് തന്നെ ഏകദേശം 3 ബില്യണിൽ കൂടുതൽ ആളുകളിലേക്ക് സോയിലിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് എത്തിക്കാനായിട്ട്, അതിൻ്റെ സംരക്ഷിക്കേണ്ട അവസ്ഥയെക്കുറിച്ച് ഒരു അറിവ് എത്തിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. അപ്പോൾ ഇങ്ങനത്തെ പല പല സോഷ്യൽ പ്രൊജക്ട്സും ഏറ്റെടുക്കുമ്പോൾ അതിനെല്ലാം നമുക്ക് വോളണ്ടറി ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതെല്ലാം വോളണ്ടറി ചെയ്യുക എന്ന് പറഞ്ഞാൽ അതായത് കർമ്മയോഗ, അതായത് നമ്മൾ കർമ്മം വേറൊരു ബലേച്ഛയും കൂടാതെ നമ്മളെ കൊണ്ട് കഴിയുന്നതിൻ്റെ മാക്സിമം ഇൻറ്റൻസിറ്റിയോട് കൂടി നമ്മളെ മുഴുവനായിട്ടും അർപ്പിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് കർമ്മയോഗ. അതിനവിടെ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഇഷയിലുണ്ട്. അതേസമയം നിങ്ങൾക്ക് ഭക്തിയോഗയാണ് പ്രധാനമെങ്കിൽ അവിടെ ടെമ്പിൾസ് ഉണ്ട്, അവിടെ ധ്യാനലിംഗമുണ്ട്, ലിംഗഭൈരവി ദേവിയുണ്ട്, യോഗേശ്വര ലിംഗമുണ്ട്, ആദിയോഗീയ ലിംഗമുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലെ ഭക്തിയെ വളർത്താനായിട്ട് അതിനെ വളർത്തുവാനായിട്ട് നിങ്ങളെ ഇത് സഹായിക്കുന്നു. അതേസമയം ജ്ഞാനയോഗയിലാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ സദ്ഗുരുവിൻ്റെ ഒരുപാട് ആർട്ടിക്കിൾസ് ഉണ്ട്, ബുക്സ് ഉണ്ട്. അതേസമയം അദ്ദേഹത്തിൻ്റെ വീഡിയോസ് ഉണ്ട്. അദ്ദേഹം പല പല ആസ്പെക്ട്സിനെ കുറിച്ച്, യോഗയെക്കുറിച്ചും ജീവിതത്തിൻ്റെ പല ആസ്പെക്ട്സിനെ കുറിച്ചും ഒക്കെ സംസാരിക്കുന്ന കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് ജ്ഞാനയോഗയിലാണ് താല്പര്യമെങ്കിൽ ആ രീതിയിൽ പോകാം. നിങ്ങൾക്ക് ക്രിയായോഗയിലാണ് താല്പര്യമെങ്കിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാധനാസ്, പലതരത്തിലുള്ള സാധനകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെ എല്ലാ പാതകളും ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇഷ സെൻറ്റർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഇഷയിലേക്ക്, സദ്ഗുരുവിലേക്ക് ആകർഷപ്പെട്ട് ഇന്ന് നമുക്ക് ആശ്രമത്തിൽ വരുന്നുണ്ട്. ഇഷ ഫൗണ്ടേഷനിൽ ഇന്ന് മോർ ദാൻ 10 മില്യൺ, അതായത് 1 കോടിയിലും മേലെ വോളണ്ടിയേഴ്സ് ഓൾ ഓവർ ദ വേൾഡ് നമ്മൾ ഇന്ന് ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു സയൻസ് അല്ലെങ്കിൽ ഈ ഒരു ശാസ്ത്രം അല്ലെങ്കിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി, ഈ ഒരു പോസിബിലിറ്റി എല്ലാവരിലേക്കും എത്തിക്കുവാൻ വേണ്ടി അഹോരാത്രം പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ തരത്തിലുമുള്ള പാതയും നിങ്ങൾക്ക് ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള പാത തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചാലും അതിനെല്ലാമുള്ള ഒരു വഴി അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് ഇഷ യോഗ സെൻറ്ററിൽ ഉണ്ട്. നിങ്ങൾക്കെന്നറിയാം, നമ്മളിന്ന് ഇൻ്റർനാഷണൽ ഡേ ഓഫ് യോഗയായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് June 21 ആണ്. ആ ഡേറ്റ് തിരഞ്ഞെടുക്കാൻ തന്നെ ഒരു കാരണമുണ്ട്. അതായത് ഒരു വർഷത്തിലെ ഏറ്റവും വലിയ ദിവസം എന്ന് പറയുന്നത് June 21 ആണ്. ഇന്നാണ് ഇവിടം തൊട്ടാണ് സമ്മർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ June 21 അന്ന് മറ്റൊരു പ്രത്യേകത എന്ന് പറയാനുണ്ട്,
ഇനിയാണ് നമ്മൾ ദക്ഷിണായനം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് സൂര്യൻ്റെ സൗത്തിലേക്കുള്ള മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ദക്ഷിണായനം എന്ന് പറയുന്ന സമയത്തിനെ നമ്മൾ യോഗയിൽ പറയുന്നത് സാധനപാത എന്നാണ്. സാധനപാത എന്ന് പറഞ്ഞാൽ ഈ സമയത്താണ് നിങ്ങൾ സാധന ചെയ്യേണ്ടത്. നിങ്ങൾക്കൊരു ഉയർന്ന തലത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ തയ്യാറാക്കണമെങ്കിൽ അതിന് ഏറ്റവും പറ്റിയ സമയം എന്ന് പറയുന്നത് ഈ സാധനപാത എന്നുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ അപ്പോൾ നിങ്ങൾ ഇനിയെങ്കിലും യോഗയിലേക്ക് വരണം എന്ന് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും ഉത്തമമായ സമയം തന്നെയാണ് ഈ ഒരു ഇൻ്റർനാഷണൽ ഡേ ഓഫ് യോഗ എന്ന് പറയുന്നത്. ഞാൻ 2014 ആദ്യമായിട്ട് യോഗ പ്രോഗ്രാം ഒരെണ്ണം അറ്റൻഡ് ചെയ്യുന്നത്. ഞാനും അറ്റൻഡ് ചെയ്തത് ഇഷയുടെ ആ ഒരു ഇന്നർ എഞ്ചിനീയറിംഗ് പ്രോഗ്രാം തന്നെയാണ്. വളരെയധികം ബെനിഫിറ്റ്സ് എനിക്ക് അതിലൂടെ ലഭിച്ചു. ഫിസിക്കലായിട്ടുള്ള ഹെൽത്ത് വൈസ് ആയിട്ടുള്ള ബെനിഫിറ്റ്സ് ആയാലും നമുക്ക് മെൻ്റലി നമുക്ക് കൂടുതൽ സ്റ്റെബിലിറ്റി, കൂടുതൽ ഇൻ്റലക്ച്വൽ ഷാർപ്നെസ് ആ ഒരു രീതിയിലായാലും, എമോഷണലി ആണെങ്കിൽ കൂടുതൽ ഇൻക്ലൂസീവായിട്ട് എല്ലാത്തിനെയും കാണാനുള്ള കഴിവായാലും, എനർജി വൈസ് ആണെങ്കിൽ കൂടുതൽ ഇൻറ്റൻസിറ്റി ഓഫ് എനർജി ഫീൽ ചെയ്യാനും അതിനുമെല്ലാം എന്നെ ഈ പ്രാക്ടീസസ് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ നോക്കിയാലും, കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് 2 ടൂൾസേ ഉള്ളൂ. ഒന്ന് നമ്മുടെ ശരീരം, പിന്നെ ഒന്ന് നമ്മുടെ മനസ്സും ഇമോഷൻസും ആണ് നമുക്കുള്ളത്, അതുപോലെ തന്നെ എനർജിയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും അതിൻ്റെ സക്സസ് ഡിസൈഡ് ചെയ്യുന്നത് നമ്മുടെ കഴിവ് എന്താണെന്ന് അനുസരിച്ചാണ്. അപ്പോൾ നമുക്ക് ലോകത്ത് കൂടുതൽ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആദ്യമായിട്ടുള്ളത് നമ്മൾ തന്നെ അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളതാണ്. യോഗ എന്ന് പറയുന്നത് തന്നെ ഈ ഒരു ഹ്യൂമൻ മെക്കാനിസത്തിനെ എങ്ങനെ അതിൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് പോസിബിലിറ്റി ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളൊരു സമ്പൂർണ്ണമായ ശാസ്ത്രം തന്നെയാണ്. യോഗ എന്ന് പറയുന്ന അൾട്ടിമേറ്റ് ആ ഒരു സ്റ്റേറ്റിലോട്ട് എത്തിക്കുന്നതോടൊപ്പം തന്നെ ഈ ഒരു ഹ്യൂമൻ മെക്കാനിസത്തിന് ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. അതിനെ എങ്ങനെ ഉണർത്താം എന്നുള്ളതും ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സാധന ഉണ്ടെങ്കിൽ അതിന് നമ്മളെ ഒരുപാട് മുൻപിലേക്ക് കൊണ്ടുപോകാൻ, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഒരുപാട് മുൻപിലേക്ക് കൊണ്ടുപോകാനായിട്ട് അതിന് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെ ഒരു യോഗ സാധന ഒന്നും തന്നെ ചെയ്തിട്ടില്ലെങ്കിൽ ഇന്നത്തെ ദിവസം, ഈ ഒരു ജൂൺ 21 എന്നുള്ള ദിവസം, ഇത് തുടങ്ങാനായിട്ട് വളരെ നല്ലൊരു ദിവസം തന്നെയാണ്. നമ്മളൊരു 100 വർഷം അല്ലെങ്കിൽ ഒരു 200 വർഷം മുൻപുള്ളൊരു സമയം ഒന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് യോഗ എന്നൊരു കാര്യം പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അത് പഠിക്കണമെങ്കിൽ നമ്മൾ വളരെ ദൂരം ഒരു ഗുരുവിനെ അന്വേഷിച്ച് പോകേണ്ട ഒരു അവസ്ഥയായിരുന്നു. അന്ന് കാറില്ല, വാഹനങ്ങളില്ല, നമ്മൾ നടന്ന് വളരെ കഷ്ടപ്പെട്ട് എല്ലാം ചെന്ന ഒരാളെ കണ്ടുപിടിച്ച് നമ്മൾ അത് പഠിക്കേണ്ടിയിരുന്നു. പക്ഷേ ഇന്നെല്ലാം വളരെ എളുപ്പത്തിൽ നമുക്ക് സാധിക്കും. നിങ്ങളുടെ മൊബൈൽ ഉണ്ടെങ്കിൽ പോലും നമുക്ക് പല പല പ്രോഗ്രാംസ് നമുക്ക് അറ്റൻഡ് ചെയ്യാം, പല പല സാധനം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതൊരു വിശ്വാസത്തിൻ്റെ പേരിലായിട്ട് നിങ്ങൾ തുടങ്ങേണ്ട ആവശ്യം പോലുമില്ല. ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഒന്ന് പരിശോധിച്ച് നോക്കാനുള്ള രീതിയിൽ പോലും ആ ഒരു മനസ്സോട് കൂടി പോലും തുടങ്ങിയാൽ തന്നെ മതി. ഇത് ഇപ്പോൾ ഞങ്ങൾ പറയുന്നത് കൊണ്ട് മാത്രം ഈ യോഗയിലൂടെ ഇതെല്ലാം ലഭിക്കുമെന്ന് പോലും നിങ്ങൾ കരുതണ്ട. ജസ്റ്റ് മേ ബി അവങ്ങനെ ചിലപ്പോൾ സംഭവിച്ചേക്കാം, അതൊന്ന് ശ്രമിച്ചു നോക്കാം എന്നുള്ള രീതിയിൽ മാത്രം നിങ്ങളൊരു ചെറിയ സാധന, ഒരുപാടൊന്നും വേണ്ട, നമുക്കൊരു 10 മിനിറ്റ് ഡെയിലി മാറ്റിവെക്കാൻ സാധിച്ചാൽ പോലും നമുക്കൊരു ചെറിയ സാധനം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഒരു മണ്ടല്ല, ഒരു 40 മുതൽ 48 ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. എല്ലാ ദിവസവും മുടക്കം വരാതെ നിങ്ങൾ ചെയ്ത് നോക്കുക. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് മനസ്സിലാകും. ഒരിക്കൽ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ എന്തായാലും വേറെ ആരും പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ അത് ചെയ്യും. ഇപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, വളരെ ചെറുതായിരുന്നപ്പോൾ നമുക്ക് നമ്മളെ അമ്മമാർ അല്ലെങ്കിൽ അച്ഛനൊക്കെ നമുക്ക് പല്ല് തേപ്പിച്ച് തരും. നമ്മൾ പണ്ട് അവരത് ചെയ്തില്ലായിരുന്നെങ്കിൽ, അല്ല അവർ നമ്മളെ നിർബന്ധിച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾ ചിലപ്പം അത് ചെയ്യത്തേ ഇല്ലായിരുന്നു. പക്ഷേ ഇന്ന് നിർബന്ധിക്കേണ്ട കാര്യമില്ല. എന്താണ്, ഇന്ന് നമ്മൾ പല്ല് തേക്കുക എന്നുള്ളതിൻ്റെ ആ ഒരു ഗുണം നമുക്കറിയാം. അവർ നമ്മളോട് പറഞ്ഞില്ലെങ്കിൽ പോലും നമ്മളത് ചെയ്യും എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ്. നമുക്ക് ആദ്യമായിട്ട് നമ്മളത് പഠിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അതിൻ്റെ ഗുണം എന്താണെന്ന് മനസ്സിലായെന്ന് വരില്ല. ഒരല്പം നാൾ, ഒരു 2 മാസം അല്ലെങ്കിൽ 1.5 മാസമെങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം എന്തെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഡെഫിനറ്റ്ലി ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ തീർച്ചയായും ഒരു ഭാഗമായി മാറുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് അതിനൊരു പ്രാക്ടീസാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവരുടെ കയ്യിൽ ഇന്നൊരു സ്മാർട്ട് ഫോൺ ഉണ്ട്. എല്ലാവരുടെ സ്മാർട്ട് ഫോണിലും യൂട്യൂബ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷനുണ്ട്. അതിൽ ഓപ്പൺ ചെയ്തിട്ട് ഇഷ യോഗ പ്രാക്ടീസസ് എന്ന് സെർച്ച് ചെയ്താൽ പോലും 10നും മേലെ പ്രാക്ടീസസ്, 10നും മേലെ സാധനകൾ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അതിൽ 10 പഠിക്കണമെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. അതിൽ ഏതെങ്കിലും ഒന്ന് മാത്രം എടുത്തിട്ടായാൽ പോലും നിങ്ങൾ കുറച്ച് നാൾ കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അതിൻ്റെ ഫലം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഈ ഒരു 2025 ഈ ഒരു ഇൻ്റർനാഷണൽ യോഗ ഡേ, നിങ്ങൾ യോഗ എന്ന് പറഞ്ഞ ഈ ഒരു സാധ്യത നിങ്ങൾക്ക് തന്നെ അറിയാം. 2014 ഈ ഒരു ഇൻ്റർനാഷണൽ യോഗ ഡേ അനൗൺസ് ചെയ്ത സമയത്ത് ആ ഒരു റെസൊല്യൂഷൻ ഏറ്റവും അധികം രാജ്യങ്ങൾ ഒപ്പിട്ട ഒരു റെസൊല്യൂഷനായിരുന്നു. അതിന് കാരണം എന്ന് പറയുന്നത് അത്രയും രാജ്യങ്ങളും യോഗ എന്നതിൻ്റെ ബെനിഫിറ്റ് അവിടുത്തെ നാട്ടുകാർ മനസ്സിലാക്കി എന്നുള്ളതാണ്. നമുക്ക് ഈ ചരിത്രം എടുത്തു നോക്കിയാൽ ഒരു സമയത്ത് പോലും വളരെ കോൺഷ്യസ് ആയിട്ടുള്ളൊരു എഫേർട്ട് ലോകം മുഴുവൻ
വ്യാപിപ്പിക്കാനായിട്ട് നടന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. പക്ഷേ എങ്കിൽ പോലും അത് അത്രയും വേഗം ഇത്രയും സ്ഥലങ്ങളിലേക്ക് അത് വളർന്നു. കാരണം അതിൻ്റെ എഫക്റ്റീവ്നെസ് ഒന്നുകൊണ്ട് മാത്രമാണ്. അപ്പോൾ നമ്മൾ ഈ ഭാരതത്തിൽ, നമ്മൾ ഈ ഇന്ത്യയിൽ എവിടെയാണ് യോഗ ഉത്ഭവിച്ചത്, അവിടെ നിന്നുകൊണ്ട് നമുക്ക് ഈ ഒരു പോസിബിലിറ്റി, ഇത്രയും വലിയൊരു പോസിബിലിറ്റി നമ്മുടെ ചുറ്റുമുണ്ടായിട്ടും നമ്മളത് മിസ്സാക്കാതിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു യോഗാ ദിനം നിങ്ങൾ അതിനുവേണ്ടി ഉപയോഗിക്കുമെന്ന് തന്നെ ഞാൻ കരുതുന്നു. ഇങ്ങനെയൊരു അവസരം എനിക്ക് തന്നതിന് ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഇതിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ജൂൺ 21 ലോക സംഗീത ദിനം. സംഗീതം ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ ആസ്വദിക്കാത്ത ആരും തന്നെ ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ പശു, പക്ഷി, മൃഗാദികൾ എല്ലാവരും തന്നെ സംഗീതത്തെ ഇഷ്ടപ്പെടുന്നു, അത് ആസ്വദിക്കുന്നു. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ സംഗീതം ആസ്വദിക്കുകയോ അല്ലെങ്കിൽ പഠിക്കുകയോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാറുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജൂൺ 26 നമ്മൾ ലഹരി വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. വിമുക്തി എന്ന പേരിൽ ഗവൺമെന്റ് മയക്കുമരുന്നിനെതിരെ കുട്ടികൾക്ക് അവബോധം കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയൊക്കെ ഉപയോഗം ഇന്ന് ധാരാളമായിട്ട് വർദ്ധിച്ചു വരുന്നുണ്ട്. നമ്മുടെ കോളേജുകളിൽ തന്നെ അതിനെതിരെ കുട്ടികൾക്ക് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. എക്സൈസിൽ നിന്ന് വന്നിട്ടുള്ള ക്ലാസ്സുകളും ഒക്കെ നൽകുന്നുണ്ട്. പക്ഷേ സംഗീത കോളേജിനെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. എനിക്ക് തോന്നുന്നത് അതിൻ്റെ കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ ചെറുപ്പം മുതൽ സംഗീതം അഭ്യസിച്ചു വരുന്നത് കൊണ്ട് തന്നെ ആയിരിക്കും. പണ്ട് കാലങ്ങളിൽ നമ്മുടെ സ്കൂളുകളിലൊക്കെ മ്യൂസിക് പോസ്റ്റ് ഉണ്ടായിരുന്നു. ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഒരു ക്ലാസ്സെങ്കിലും ഒരു മ്യൂസിക് ടീച്ചർ പഠിപ്പിച്ചിട്ടില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവും തോന്നുന്നില്ല നമ്മുടെ ജനറേഷനിൽ. പക്ഷേ ഇന്ന് അങ്ങനെ ഇല്ല. വളരെ വളരെ കുറച്ച് മ്യൂസിക് പോസ്റ്റുകൾ മാത്രമേ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. പണ്ടുണ്ടായിരുന്ന പോസ്റ്റുകളൊക്കെ തന്നെ അബോളിഷ് ചെയ്തു പോയിട്ടുണ്ട്. എൻ്റെ ഒരു ചെറിയ അഭിപ്രായം, പണ്ട് കാലത്തുണ്ടായിരുന്നത് പോലെ എല്ലാ സ്കൂളുകളിലും മ്യൂസിക് പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഒരു പരിധിവരെ തടയാനാകും. ആഴ്ചയിൽ ഒരു ക്ലാസ്സെങ്കിലും ഒരു ടീച്ചറിൻ്റെ സംഗീതം അഭ്യസിക്കാനുള്ള ഒരവസരം ഒരു കുഞ്ഞിന് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ അകന്ന് ഒരു നല്ല പൗരനായിട്ട് അവന് വളർന്നു വരാൻ സാധിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ അവർ ഈ ലഹരിയെയൊക്കെ മറന്ന് സംഗീതത്തിന് ഒരു ലഹരിയായിട്ട് തന്നെ ആസ്വദിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും ലോക സംഗീത ദിന ആശംസകൾ. ശ്രവണ സുന്ദര മനോരഞ്ജിത ആനന്ദാമൃത സംഗീതം. ശ്രവണ സുന്ദര മനോരഞ്ജിത ആനന്ദാമൃത സംഗീതം. ജന്മ ജന്മാന്തര ശ്രുതിസ്വര സാധക ജ്ഞാനമുഖരിത വൈഭവം. സംഗീതം ശുദ്ധ സംഗീതം ലോക സംഗീതം. 2025 ലോക സംഗീത ദിനം നൽകുന്ന സന്ദേശം ഹീലിംഗ് ത്രൂ ഹാർമണി എന്നതാണ്. ഇന്ന് ലോകത്തെ അപഗ്രഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവിധ അസമാധാനങ്ങൾക്കും ഒരു പരിഹാരം സംഗീതം മാത്രമാണ് എന്നതാണ് ഈ സന്ദേശത്തിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി. അതിനാൽ സംഗീതം എല്ലാ പേർക്കും സമാധാനം കൊണ്ടുവരാനും എല്ലാവരെയും ഒന്നിച്ച് ചേർക്കാനുള്ള ഒരു ചരടായും വർത്തിക്കും എന്ന ഉത്തമ വിശ്വാസത്തോടു കൂടി എല്ലാവർക്കും ലോക സംഗീത ദിന ആശംസകൾ. ఎందరో మహానుభావులు ఎందరో మహానుభావులు ఎందరో మహానుభావులు ఎందరో మహానుభావులు ఎందరో మహానుభావులు
లో ఎందరో మహాను భావులు అందరికీ వందనములు ఎందరో మహానుభావులు అందరికీ వందనము ఎందరో మహానుభావులు అందరికీ వందనములు ఎందరో మహానుభావులు. എല്ലാ വർഷവും ജൂൺ 21 ലോക സംഗീത ദിനമായി ആചരിക്കപ്പെടുകയാണ്. 1982 ഫ്രഞ്ച് സർക്കാരാണ് ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് കൊണ്ടുവന്നത്. ഇന്നത് ധാരാളം രാജ്യങ്ങളിൽ വളരെ വിപുലമായ രീതിയിൽ തന്നെ ആചരിക്കുന്നു. എല്ലാവർക്കും വളരെ സ്വതന്ത്രമായി സംഗീതം അവതരിപ്പിക്കുക അല്ലെങ്കിൽ ആസ്വദിക്കുക എന്നൊക്കെ ഉള്ളൊരു ലക്ഷ്യമാണ് ഒരു ഉത്സവത്തിൽ കൂടെ അവർ മുന്നിൽ കാണുന്നത്. സംഗീതം എന്ന് പറയുന്നത് നമുക്കറിയാം ഭാഷകൾക്കും അല്ലെങ്കിൽ ജാതിക്കും മതത്തിനും ഒക്കെ അപ്പുറം അതിൻ്റെയൊക്കെ അതിർവരമ്പുകളെ ഭേദിച്ചുകൊണ്ട് ജനങ്ങളെ എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്തുന്ന 64 കലകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ കലകളിൽ ഒന്നായ സംഗീതത്തിന് സാധിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ സംഗീത ദിനം ആചരിക്കുന്ന ഈ ഒരു വേളയിൽ എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് സംഗീതത്തിൻ്റെ ആശംസകൾ. ഇപ്പോൾ ഈ ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ AI എന്ന് പറയുന്നത് ടെക്നോളജിയുടെ സൈഡ് വെച്ച് നോക്കുമ്പോൾ അത് പുതിയൊരു അറിവാണ്, അത് പുതിയൊരു ഇന്നോവേഷനാണ്. അപ്പോൾ എങ്ങനെയൊക്കെ പറഞ്ഞാലും നമ്മൾ പാടുന്ന ഒരു പാട്ട് അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ വോയിസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ അത്രയും ഒരു പെർഫെക്ഷനിൽ നമുക്ക് AI വരത്തില്ല. AIക്ക് അതിൻ്റേതായ അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിലും നമ്മുടെ ഇമോഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു രീതി തന്നെയാണ് എന്തുകൊണ്ടും അതിൻ്റെ ഒരു ഭംഗി വരുത്തുന്നത്. ഇന്ന് 21 ജൂൺ ലോകമെമ്പാടും യോഗ ദിനമായിട്ട് ആഘോഷിക്കുന്നു. ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ്? എന്തിനാണ് നമ്മൾ യോഗ ദിനമായിട്ട് ഒരു യോഗയ്ക്ക് വേണ്ടി ഒരു ദിവസം എടുത്തിട്ടുള്ളത്? യോഗ നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നത്, അതെല്ലാം നമുക്ക് മനസ്സിലാക്കി തരാനും ഇത് ലോകമെമ്പാടും നമ്മുടെ സൊസൈറ്റിയിലും ലോകത്തെല്ലായിടത്തും ഇതിനെപ്പറ്റി ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ദിവസം ഉണ്ടായത്. നമുക്കറിയാം, നമ്മളും നമ്മുടെ വീട്ടുകാരും അതുപോലെ നമ്മൾ ഫ്രണ്ട്സും എല്ലാവരും ഇന്ന് വർക്കിംഗ് എംപ്ലോയീസാണ്. അവർക്ക് ജോലി സംബന്ധമായ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസും ആൻസൈറ്റീസും, ആ ജോലിയിലൂടെ ഡിപ്രഷൻ സംഭവിക്കാം. അങ്ങനെ ഒരുപാട് അസുഖങ്ങൾ, സൈക്കോളജിക്കലായിട്ടുള്ള അസുഖങ്ങൾ നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിനൊരു പരിഹാരം വേണ്ടേ? അത് നമുക്ക് ഈ യോഗ ഇതിലാണ് പ്രാധാന്യം തരുന്നത്. യോഗ ഒരു ഫിസിക്കൽ എക്സസൈസ് മാത്രമല്ല. നമ്മൾ എന്തുകൊണ്ട് യോഗയെ മറ്റൊരു എക്സസൈസിൽ നിന്ന് വേർതിരിച്ച് കാണിക്കുന്നു? മറ്റ് എക്സസൈസുകൾ ഫിസിക്കൽ ഒരു ഗുണം മാത്രമേ തരാറുള്ളൂ. യോഗ എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണലി നമുക്ക് മെൻ്റൽ ഹെൽത്തും, യോഗ എന്ന് പറയുന്നത് തന്നെ ഫിസിക്കലും മെൻ്റൽ ഹെൽത്തും രണ്ടും കൂടെ കൂടിക്കലർന്നതാണ്. ബോഡീനെയും മൈൻഡിനെയും കണക്ട് ചെയ്യുന്നതാണ് യോഗ. നമുക്കറിയാം, ഇന്ന് ലോകത്തിൽ ഒരുപാട് സൈക്കോളജിക്കൽ പ്രോബ്ലം ആയ ആൻസൈറ്റി, സ്ട്രെസ്സ് റിലേറ്റഡ് ഇഷ്യൂസ്, ഒരുപാട് ട്രോമകൾ വരുന്നുണ്ട്. അപ്പം അതിനെ ബന്ധപ്പെട്ട് അതിനെ റിലേറ്റ് ചെയ്ത് ചെയ്യാൻ പോകുന്ന ഇന്ന് 3 പോസ്റ്റേഴ്സാണ് ചെയ്യുന്നത്. ഈ പോസ്റ്റേഴ്സ് നമ്മൾ റെഗുലറായിട്ട് ചെയ്യുമ്പോൾ പതിയെ ഇത് കുറയ്ക്കാൻ നമ്മളിൽ സഹായിക്കും. ആദ്യമേ ചെയ്യാൻ പോകുന്ന പോസ്റ്റർ സേതുബന്ധാസന അഥവാ ബ്രിഡ്ജ് പോസ്. ആദ്യം മാറ്റിലിങ്ങനെ കിടക്കുക, കൈകൾ രണ്ടും ഹിപ്പിനോട് ചേർത്ത് വെക്കുക, പാംസ് ഫേസിങ് ഡൗൺ ആയിരിക്കണം. ശ്വാസം ഉള്ളിലോട്ടെടുത്ത് കാല് രണ്ടും മടക്കി ഹിപ്പിൻ്റെ അടുത്തായിട്ട് വെക്കുക, ക്ലോസ് ടു ദ ഹിപ്പ്.
എക്സേൽ ചെയ്തിട്ട് വീണ്ടും ഒരു ഇൻഹലേഷൻ, ഡീപ്പ് ലോങ് ഇൻഹലേഷൻ എടുത്ത് മെല്ലെ ശ്വാസത്തിൻ്റെ കൂടെ ഹിപ്പും ചെസ്റ്റും ലിഫ്റ്റപ്പ് ചെയ്യുക. വൺസ് ഈ പൊസിഷനിൽ എത്തിയതിന് ശേഷം ഒരു 2 സെക്കൻഡ് ബ്രെത്ത് ഹോൾഡ് ചെയ്തതിന് ശേഷമായിരിക്കണം എക്സേൽ, സ്ലോലി എക്സേൽ ചെയ്ത് ഹിപ്പിനെയും ചെസ്റ്റിനെയും മെല്ലെ താഴ്ത്തേക്ക് കൊണ്ടുവരിക. അഗെയിൻ ഒരു ഇൻഹേൽ ചെയ്ത് ഹിപ്പും ചെസ്റ്റും മെല്ലെ നന്നായിട്ട് ഉയർത്തുക. എക്സേൽ ചെയ്ത് ശ്വാസം പുറത്തോട്ട് വിട്ട് മെല്ലെ താഴത്തേക്ക് കൊണ്ടുവരിക ഹിപ്പിനെയും ചെസ്റ്റിനെയും. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആഞ്ജനേയർ, അതായത് ലോ ലഞ്ച് എന്ന് പറഞ്ഞൊരു പോസാണ് ചെയ്യുന്നത്. അതും മെൻ്റൽ ഹെൽത്തിനെ ഭയങ്കരമായിട്ട് സഹായിക്കുന്നത്. അത് കൂടാതെ അത് കോർ സ്ട്രെങ്തനിങ് ആണ്, കാലിൻ്റെ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുന്നതാണ്, ഫ്ലെക്സിബിലിറ്റി കൂട്ടുന്നതാണ്. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ബെനിഫിറ്റ്സ് അതിനുണ്ട്. ആ പോസ്ചറിലേക്ക് വരുന്നതിന് മുമ്പ് ആദ്യമേ ഒരു പോസിൽ നിന്ന് അടുത്ത പോസിലേക്കാണ് ആഞ്ജനേയ എത്തുന്നത്. ആദ്യം കാല് രണ്ടും താടാസനയിൽ നിന്ന് ഇൻഹേൽ ചെയ്ത് ശ്വാസം ഉള്ളിലോട്ട് കൈകൾ ഉയർത്തി എക്സേൽ ചെയ്ത് സ്ട്രെച്ച് ഫോർവേഡ് ആൻഡ് ബെൻഡ് ഡൗൺ. അവിടെ നിന്ന് ഇൻഹേൽ ചെയ്ത് റൈറ്റ് ലോങ് സ്റ്റെപ്പ് ബാക്ക്, റൈറ്റ് നീ ഡൗൺ. ടോസ് ശ്രദ്ധിക്കേണ്ടത്, ടോസ് ബാക്കിലോട്ട് പോയിൻ്റ് ചെയ്താണ് ഇരിക്കേണ്ടത്. എന്നിട്ട് വീണ്ടും ഉയർന്ന് ബ്രിങ് ബോത്ത് ദ ഹാൻഡ്സ് ക്ലോസ് ടു ദ ചെസ്റ്റിൻ്റെ അടുത്തായിട്ട് കൊണ്ടുവന്നതിന് ശേഷം കൈ ഉയർത്തി ഗിവിങ് ആർച്ച് ബാക്ക്, നന്നായിട്ട് ആർച്ച് ചെയ്യണം. ശ്രദ്ധിക്കേണ്ടത് കാല് ഒരു കാരണവശാലും മുട്ട് ആംഗിളുടെ മുന്നിലായിട്ട് പോകരുത്. 90 ഡിഗ്രിയിലായിരിക്കണം. മുന്നോട്ട് വെച്ചിരിക്കുന്ന കാല് 90 ഡിഗ്രിയിലായിരിക്കണം. ആ ആർച്ച് ചെയ്യുന്ന സമയത്ത് പറ്റുമെങ്കിൽ കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് വെക്കാമെങ്കിൽ നല്ലതായിരിക്കും. എന്നിട്ട് എക്സേൽ ചെയ്ത് വീണ്ടും കം ഡൗൺ. അടുത്ത കാല് മുന്നോട്ട് വെച്ച് വീണ്ടും പാദഹസ്താസനയിൽ വന്ന് ശ്വാസം ഉള്ളിലോട്ടെടുത്തിട്ട് വേണം ഉയർത്തി എക്സേൽ ചെയ്ത് ബോത്ത് ഹാൻഡ്സ് ഡൗൺ. ഇത് നമ്മൾ വലത്തെ കാലിലാണ് ചെയ്തത്. ഇടത്തെ കാലിലും സെയിം തിങ് ഇടത്തെ കാലിലും ചെയ്യാം. നമുക്കതൊന്ന് കാണാം. വീണ്ടും ഇൻഹേൽ ചെയ്ത് കൈകൾ മേലോട്ട് ഉയർത്തി എക്സേൽ ചെയ്ത് സ്ട്രെച്ചിങ് ഫോർവേഡ് ബെൻഡ്. വീണ്ടും ഇൻഹേൽ ശ്വാസം ഉള്ളിലോട്ടെടുത്ത് ലെഫ്റ്റ് ലോങ് സ്റ്റെപ്പ് ബാക്ക്, ലെഫ്റ്റ് നീ ഡൗൺ. Now join the palms, raising both the hands over the head, arching back. Exhale, slowly come down. കൈ താഴെ കുത്തിയതിന് ശേഷം അടുത്ത കാല് ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്ന് നമ്മൾ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ ആ രീതിക്ക് തന്നെ നമ്മൾ ഈ പോസ്ചറിലേക്ക് വന്ന് ഇത് എൻഡ് ചെയ്യുക. അടുത്തത് മൂന്നാമത് ചെയ്യാൻ പോകുന്ന പോസ്ചർ സീറ്റഡ് ഫോർവേഡ് ബെൻഡ്, അതായത് പശ്ചിമോത്താനാസന. പശ്ചിമോത്താനാസനയിൽ കാലുകൾ മുന്നോട്ട് കാലുകൾ ഫ്രണ്ടിലോട്ട് സ്ട്രെച്ച് ചെയ്യുക. കൈ രണ്ടും ഹിപ്പിൻ്റെ അടുത്തായിട്ട് വെക്കുക. എന്നിട്ട് ഇൻഹേൽ ചെയ്തുകൊണ്ട് വീണ്ടും കൈകൾ മെല്ലെ മുകളിലോട്ട് ഉയർത്തുക. എക്സേൽ ചെയ്യുമ്പോൾ സ്ട്രെച്ചിങ് ഫോർവേഡ് ബെൻഡ് ചെയ്യണം. ബിഗ് ടോയിൽ പിടിക്കുക. സ്ട്രെച്ച് ചെയ്യേണ്ട എപ്പോഴും ലംബാർ റീജിയനിൽ നിന്ന് വേണം ഫ്രണ്ടിലോട്ട് പുഷ് ചെയ്ത് സ്പൈൻ എത്രത്തോളം ഫ്രണ്ടിലോട്ട് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം സ്ട്രെച്ച് ചെയ്യുക. ചെയ്യുന്ന സമയത്ത് കാലിൻ്റെ മുട്ട് വളയ്ക്കാതെ നോക്കുക. എല്ലാവർക്കും ചിലപ്പം ഈ കാലിൽ കൈ എത്തണമെന്നില്ല. അപ്പോൾ എവിടെയാണ് കംഫർട്ടബിൾ എന്ന് വെച്ചാൽ ഇവിടെ പിടിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഇവിടെ പിടിക്കുക, അല്ല ഇവിടെയാണെങ്കിൽ അത് അവരവരുടെ ഫ്ലെക്സിബിലിറ്റി അനുസരിച്ചിട്ട് പിടിക്കുക. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം കാലിൻ്റെ മുട്ട് മടങ്ങാതെ നോക്കുക. വീണ്ടും ഇവിടെ വൺസ് ഈ പോസ്ചറിൽ വന്നു കഴിയുമ്പോൾ സാധാരണമായി ശ്വാസം എടുക്കുക. ഇനി കൈ ഉയർത്തുന്ന സമയത്ത് വീണ്ടും ഇൻഹേൽ ചെയ്യുക. എക്സേൽ സ്ലോലി നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് അവിടെ എൻഡ് ചെയ്യുക. എക്സേൽ ഡൗൺ. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് 2 പ്രാണായാമമാണ്. അതിൽ ഒന്ന് ബോക്സ് പ്രാണായാമം അഥവാ സമചിത്ത പ്രാണായാമം. ഈ പ്രാണായാമത്തിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് അതിൻ്റെ സ്ട്രെസ്സ് കുറയ്ക്കും, മെമ്മറി കൂട്ടും, ഓർമ്മശക്തി കൂട്ടും.
പിന്നെ ബ്ലഡ് പ്രഷർ കുറയ്ക്കും. അങ്ങനെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പം ആദ്യമേ ബോക്സ് പ്രാണായാമ അല്ലെ ശമചിത്ത പ്രാണായാമ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാം. ഇത് ഒരു ബോക്സിൻ്റെ ഷേപ്പിലാണ് ഈ പ്രാണായാമം നമ്മൾ ചെയ്യുന്നത്, അതായത് സ്ക്വയർ ബോക്സിൻ്റെ. ഇൻഹെയിൽ ചെയ്യുമ്പോൾ 4 കൗണ്ടോട് കൂടിയാണ് നമ്മൾ പോകുന്നത്. ഇൻഹെയിൽ 4 1 2 3 4, എക്സെയിൽ ബ്രെത്ത് ഹോൾഡ് ചെയ്യുക 4 കൗണ്ട് 1 2 3 4, എക്സെയിൽ 1 2 3 4, വീണ്ടും ബ്രെത്ത് ഹോൾഡ് ചെയ്യുക 1 2 3 4. കാണിച്ചു തരാം. ആദ്യമേ ഇരിക്കുമ്പോൾ ഏതെങ്കിലും കംഫർട്ടബിൾ സീറ്റിംഗ് പോസ്ചറിൽ ഇരിക്കുക. ശ്രദ്ധിക്കേണ്ടത് സ്പൈൻ എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് വേണം നമ്മൾ ഏതൊരു പ്രാണായാമം ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം. ഇങ്ങനെ ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് വാൾ സപ്പോർട്ട് യൂസ് ചെയ്യാം, അല്ലെ ഒരു ചെയറിലിരുന്നാണെങ്കിലും നമുക്ക് പ്രാണായാമം ചെയ്യുന്നതിന് വിഷയമുള്ള കാര്യമല്ല. ആദ്യമേ ഒരു കംഫർട്ടബിൾ സീറ്റിംഗ് പോസ്ചറിൽ ഇരിക്കുക. സ്പൈൻ സ്ട്രെയിറ്റ് ആയിരിക്കണം. കണ്ണുകൾ അടച്ചിട്ട് ഇൻഹെയിൽ സ്ലോലി 1 2 3 4. ഹോൾഡ് ചെയ്യുക, ബ്രെത്ത് ഹോൾഡ് ചെയ്യുക ഫോർ 4 seconds. 1 2 3 4. എക്സെയിൽ ചെയ്യുക 1 2 3 4. അഗെയിൻ ബ്രെത്ത് ഹോൾഡ് ചെയ്യുക ഫോർ 4 seconds. 1 2 3 4. ഇതാണ് ഇതിൻ്റെ രീതി. 4:4:4:4 ഈ റേഷ്യോ. എല്ലാവർക്കും ചിലപ്പം ഈ 4 റേഷ്യോയിൽ പോകാൻ പറ്റാത്ത ബുദ്ധിമുട്ട്, അതായത് ശ്വാസമുട്ടലിൻ്റെ പ്രശ്നം വരുന്നവരോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നവർക്ക് ചിലപ്പം ഈ 4 ബ്രെത്ത് വരെ ഹോൾഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ വരും. അപ്പം നമ്മൾ ആ റേഷ്യോയിൽ ഒരു ഇത് താഴത്തേക്ക് വെച്ച്, അതായത് 3:3:3:3 എന്ന റേഷ്യോയിൽ നമുക്ക് ഇത് ഡെയിലി പ്രാക്ടീസ് ചെയ്യാം. പ്രാക്ടീസ് ചെയ്യുന്തോറും നമുക്ക് സ്ലോലി നമ്മുടെ ലങ് കപ്പാസിറ്റി കൂടുകയും ചെയ്യും. ഇത് നമുക്ക് ഈ റേഷ്യോ നമുക്ക് ഓരോ പ്രാക്ടീസ് ചെയ്യുന്നതോടും കൂട്ടുകയും ചെയ്യാം, റേഷ്യോ കൂട്ടുകയും ചെയ്യാം. രണ്ടാമത് ഞാൻ പറയാൻ പോകുന്ന പോസ്ചർ അനുലോം വിലോം. അനുലോം വിലോം പ്രാണായാമയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കംഫർട്ടബിൾ സീറ്റിംഗ് പോസ്ചറിൽ ഇരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് സ്പൈൻ സ്ട്രെയിറ്റ് ആയിരിക്കണം. കൈകൾ വെക്കേണ്ടത് ഇതിന് പറയുന്നത് വിഷ്ണുമുദ്ര എന്നാണ്. തം ഫിംഗർ, ചൂണ്ടുവിരൽ, നടുവിരൽ, ഇത് മൂന്നും ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ട് വിഷ്ണുമുദ്രയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം വിഷ്ണുമുദ്ര ഈ രീതിയിലാണ് വിഷ്ണുമുദ്ര പഠിക്കുന്നത്. ഈ അനുലോം വിലോമിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവിടെ തം ഫിംഗർ, തള്ളവിരലും മോതിരവിരലുമാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇത് തള്ളവിരൽ, അതായത് തം ഫിംഗർ റൈറ്റ് സൈഡിനെയും മോതിരവിരൽ ലെഫ്റ്റ് സൈഡിനെയും ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പം ആദ്യം എപ്പോഴും ശ്വാസം ഉള്ളിലോട്ടെടുക്കുന്നത് ലെഫ്റ്റ് നോസ്ട്രിൽ വഴിയായിരിക്കണം. ലെഫ്റ്റ് നോസ്ട്രിൽ വഴി ശ്വാസം ഉള്ളിലോട്ടെടുത്ത് റൈറ്റ് നോസ്ട്രിൽ വഴി ശ്വാസം പുറത്തോട്ട് വിടുക. വീണ്ടും റൈറ്റ് നോസ്ട്രിൽ വഴി ശ്വാസം ഉള്ളിലോട്ടെടുത്ത് ലെഫ്റ്റ് നോസ്ട്രിൽ വഴി ശ്വാസം പുറത്തോട്ട് വിടുക. ഇതാണ് ഒരു റൗണ്ട്. ഇൻവേർട്ടഡ് വി പോലെ ലെഫ്റ്റിൽ നിന്ന് എടുക്കുക, റൈറ്റ് എക്സെയിൽ ചെയ്യുക, റൈറ്റ് ഇൻഹെയിൽ ചെയ്യുക, ലെഫ്റ്റ് എക്സെയിൽ ചെയ്യുക. ആദ്യം തം ഫിംഗർ കൊണ്ട് റൈറ്റ് നോസ്ട്രിൽ ക്ലോസ് ചെയ്ത് ലെഫ്റ്റിൽ നിന്ന് ശ്വാസം ഉള്ളിലോട്ട് എടുക്കുക. 1 2 3 4. മോതിരവിരലും കൊണ്ട് ലെഫ്റ്റ് ക്ലോസ് ചെയ്ത് റൈറ്റ് എക്സെയിൽ, റൈറ്റ് റിലീസ് ചെയ്ത് എക്സെയിൽ ത്രൂ ദ റൈറ്റ്. 1 2 3 4. അവിടുന്ന് തന്നെ വീണ്ടും ശ്വാസം റൈറ്റിൽ നിന്ന് ഇൻഹെയിൽ ചെയ്യുക. 1 2 3 4. റൈറ്റ് ക്ലോസ് ചെയ്ത് ലെഫ്റ്റ് റിലീസ് ചെയ്ത് ലെഫ്റ്റ് വഴി ശ്വാസം പുറത്തോട്ട് വിടുക. 1 2 3 4. ഇതാണ് അനുലോം വിലോം പ്രാണായാമം. നമ്മളിപ്പം ചെയ്ത 3 പോസ്ചേഴ്സും 2, ഇത് വളരെ കുറച്ച് ചുരുങ്ങിയ സമയം കൊണ്ട് കാണിച്ചു തന്ന 3 പോസ്ചേഴ്സും 2 പ്രാണായാമമാണ്. ഇത് മാത്രം നമ്മൾ ദിവസം ഒരു അരമണിക്കൂർ ഇതിനായിട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് തന്നെ നമ്മളിൽ മനസ്സിലാക്കാൻ പറ്റും നമുക്കുണ്ടായ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന്. ഇത് ഇന്നൊരു ദിവസം പ്രാധാന്യം മനസ്സിലാക്കി ഇത് കണ്ടിന്യൂ എല്ലാവരും ചെയ്യണമെന്ന് ഞാൻ പറയുകയാണ്. പിന്നെ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ യൂട്യൂബ് ചാനലിലൂടെയും ഒക്കെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ യോഗ
ചെയ്യാറുണ്ട്. ആദ്യമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം എപ്പോഴും ഒരു ട്രെയിൻഡ് യോഗ ഇൻസ്ട്രക്ടറിൻ്റെ കീഴിൽ വേണം അത് സ്റ്റാർട്ട് ചെയ്യാൻ. വൺസ് ഇത് മനസ്സിലായതിന് ശേഷം പിന്നെ നമുക്ക് സ്വയം വീട്ടിലിരുന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് എങ്ങനെയാണ് അതിൻ്റെ അലൈൻമെൻറ്റും കാര്യങ്ങളും എപ്പോഴും ഒരു യോഗ ഇൻസ്ട്രക്ടറിന് മാത്രമേ പറഞ്ഞു തരാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധയിൽ വെച്ചുകൊണ്ട് തന്നെ അവസാനമായി ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഒരിക്കൽ കൂടി നല്ലൊരു യോഗ ദിനം ആശംസിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ രേഷ്മ രാജല്ല, ഡയബറ്റിക് എഡ്യൂക്കേറ്റർ, യോഗ തെറാപ്പിസ്റ്റ്. നമ്മൾ ഇന്ന് കേട്ടു യോഗ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ എന്തുമാത്രം സ്വാധീനിക്കുന്നു എന്നുള്ളത്. അതിൻ്റെ പോഷേഴ്സ് കണ്ടു, അതിൻ്റെ ബെനിഫിറ്റ്സൊക്കെ നമ്മളിപ്പോൾ കണ്ടു. ഭക്ഷണം നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ എന്തുമാത്രം സ്വാധീനിക്കുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. യോഗയിൽ പ്രധാനമായി പറയുന്ന ഒന്നാണ് മോഡറേറ്റ് ഇൻ ഫുഡ്സ്, അതായത് മിത ആഹാരം. അതിൽ നമ്മൾ ഭക്ഷണം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് സാത്വിക് രീതിയിൽ ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ്. അതായത് മസാല അടങ്ങിയ ഭക്ഷണം ഒഴിവാക്കുക, ഒത്തിരി എരിവ്, പുളി ഇങ്ങനെയുള്ള ഭക്ഷണം നമ്മുടെ ആഹാര രീതിയിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. അതുപോലെ തന്നെ പൊരിച്ചതും വറുത്തതുമായിട്ടുള്ള ആഹാരം, ഡീപ് ഫ്രൈ ചെയ്ത ഭക്ഷണങ്ങൾ, അത് നമ്മൾ ഭക്ഷണത്തിൽ നിന്നും കഴിവതും ഒഴിവാക്കുക. നമ്മൾ ഭക്ഷണത്തിൽ പരമാവധി ശ്രദ്ധിക്കേണ്ട ഒന്നാണ് തവിടോടുകൂടിയുള്ള ധാന്യങ്ങൾ കഴിക്കേണ്ടതെന്ന്. അത് നമ്മുടെ ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യാനും നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അതായത് തവിടോടുകൂടിയുള്ള ധാന്യം എന്ന് പറയുമ്പോൾ നമുക്ക് റോൾഡ് ഓട്സ് എടുക്കാം, മില്ലറ്റ്സ് എടുക്കാം, ബാർലി എടുക്കാം, അതുപോലെ തന്നെ റെഡ് റൈസ്, ബ്രൗൺ റൈസ്, ഇതൊക്കെ നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. അതുപോലെ ശ്രദ്ധിക്കേണ്ടത് ഒന്നാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രോട്ടീൻസിൻ്റെ അളവ്. അത് നമുക്ക് ലീൻ പ്രോട്ടീൻസ് എടുക്കുമ്പോൾ ലീൻ പ്രോട്ടീൻസ് എടുക്കുക. അതായത് മുട്ടവെള്ള എടുക്കാം, ഫിഷ് എടുക്കാം, അതേപോലെ ടോഫു, പനീർ, ഇതെല്ലാം ലീൻ പ്രോട്ടീനിൽ വരുന്നതാണ്. ഇത് നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. അതേപോലെ നമ്മൾ ഫാറ്റിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനമായ ഒന്നാണ് അൺസാച്ചുറേറ്റഡ് ഫാറ്റ്. അതായത് നമ്മൾ നട്ട്സ് പോലുള്ളതും സീഡ്സ് പോലുള്ളതൊക്കെ നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. എപ്പോഴും ഇത്ര കാര്യങ്ങൾ നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ തന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ടതാണ് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം. അത് നമുക്ക് ഇൻസുലിൻ റെസിസ്റ്റ് ചെയ്യാനും നമ്മുടെ ഹോർമോൺ ഇംബാലൻസ് വരാതിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അതായത് നമുക്കിപ്പോൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എടുക്കുമ്പോൾ അതിൽ ഫ്രൂട്ട്സ് സെലക്ട് ചെയ്യുമ്പോൾ സീസണൽ ഫ്രൂട്ട്സ് എടുക്കുക, അതുപോലെ തന്നെ ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞ ഫ്രൂട്ട്സ് എടുക്കുക. അതായത് ആപ്പിൾ എടുക്കാം, ഓറഞ്ച് എടുക്കാം, പപ്പായ, നമുക്ക് സീസണായിട്ട് കിട്ടുന്ന ഫ്രൂട്ട്സ് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ യോഗ ചെയ്യുന്ന ആൾക്കാർക്ക് വളരെയധികം സംശയം കൂടുതലായി വരുന്ന ഒന്നാണ് എങ്ങനെ ഭക്ഷണം കഴിക്കണം, അതുപോലെ തന്നെ യോഗ ചെയ്യുന്നതിന് തൊട്ട് മുമ്പായി ഭക്ഷണം കഴിക്കാവോ, യോഗ ചെയ്ത് എത്ര നേരം കഴിഞ്ഞിട്ട് വേണം ഭക്ഷണം കഴിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ അതിൽ പ്രധാനമായ ഒന്നാണ് നമ്മൾ യോഗ ചെയ്യുന്നതിന് ഒരു 3 മണിക്കൂറിന് മുമ്പെങ്കിലും നമ്മൾ ഭക്ഷണം കഴിക്കുക. അതും ഹെവി ഭക്ഷണം കഴിക്കാണ്ടിരിക്കുക. അതായത് ചിക്കൻ, മീറ്റ് പോലുള്ള ഭക്ഷണം കഴിവതും ഒഴിവാക്കുക. യോഗ ചെയ്ത് കഴിഞ്ഞ ശേഷവും ഇതേ കണക്ക് തന്നെയാണ്. ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറോ കഴിഞ്ഞ് ഭക്ഷണം എടുക്കാൻ നോക്കുക. കഴിവതും മസാല അടങ്ങിയ ഭക്ഷണം ഒഴിവാക്കുക. അതേപോലെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒന്നാണ് നമ്മൾ ഡെയിലി ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും യോഗ ചെയ്യുന്നതിൻ്റെ കൂടെ ഭക്ഷണ രീതിയും ശ്രദ്ധിച്ച് നമ്മുടെ മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും ഒരുപോലെ ശ്രദ്ധിച്ച് കൊണ്ടുപോവുക. ജനനീ മാമവാമേ ജനനീ മാമവാമേ ഭാരതി ജയ ജനനീ മാമവാമേ ഭാരതി ജയ ജനനീ മാമവാമേ ഭാരതി ജയ सरसिजासन जाये जननी मामवा
बरसी जासन जाए शारद शशिवदने वरमरुள்க शारद शशिवदने वरमरुள்க शारद शशिवदने वरमरुள்க शारद शशिवदने वरमरुள்க सारसदल नयने कातरुள்வாய் शारद शशिवदने वरमरुள்க सारसदल नयने कातरुள்வாய் शारद शशिवदने वरमरुள்க सारसदल नयने कातरुள்வாய் शारद शशिवदने नारदादिमुनि सेवित पदयुगे नारदादिमुनि सेवित पदयुगे नारदादिमुनि सेवित पदयुगे वारयनद जनतापमखिलं सदा नारदादिमुनि सेवित पदयुगे वारयनद जनतापमखिलं सदा नारदादिमुनि सेवित पदयुगे वारयनद जनतापमखिलं सदा शारद शशिवदने वरमरुள்க सारसदल नयने कातरुள்வாய் शारद शशिवदने இரவும் பகலும் முந்தன் கமல முகம் நினைந்த உருகுமென் மனது நீ கடை கண்ணால் பாரம்மா இரவும் பகலும் முந்தன் கமல முகம் நினைந்த உருகுமென் மனது நீ கடை கண்ணால் பாரம்மா திருவடி பணியும் திருவடி பணியுமென் குறையெல்லாம் அகற்றிட திருவடி பணியுமென் குறையெல்லாம் அகற்றிட திருவடி பணியுமென் குறையெல்லாம் அகற்றிட பரமகிருபாகரி ஸ்ரீ வாசுதேவ சோதரி பரம கிருபாகரி ஸ்ரீ வாசுதேவ சோதரி சாரத சசிவதனே वरमरुள்க सारसदल नयने कातरुள்வாய் शारद शशिवदने भारती मामव कृपया अम्ब भारती मामव कृपया अम्ब भारती मामव कृपया नाट जनाथी हर हरण
നീരതയ നദജനാർത്തി ഭരഹരണ നീരതയ ആ ആ ആ